ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് എത്തുന്നു. ഒളിമ്പിക്സ് ഗെയിമിൻ്റെ ആവേശകരമായ സെമി ഫൈനൽ മത്സരം കഴിഞ്ഞപ്പോൾ സ്പെയിനും ഫ്രാൻസും അവസാന രണ്ടിലെത്തിയിരിക്കുകയാണ്. മൊറോക്കോയെ നേരിട്ട സ്പെയിൻ 1-നെതിരെ 2 ഗോളുകൾക്കാണ് മൊറോക്കോയെ തകർത്തുവിട്ടത്. ആദ്യ ഗോൾ സോഫിയാൻ റഹീമി 37-ാം മിനിറ്റിൽ മൊറോക്കോയ്ക്ക് വേണ്ടി ലക്ഷ്യം കണ്ടപ്പോൾ രണ്ടാം പകുതിയുടെ 65-ാം മിനിറ്റിൽ ഫെർമിൻ ലോപ്പസ് നേടിയ ഗോളിലായിരുന്നു സ്പെയിൻ സമനില നേടിയത്. എന്നാൽ റെഗുലർ ടൈമിൻ്റെ അവസാന 5 മിനിറ്റ് ബാക്കിയാക്കി സ്പെയിൻ രണ്ടാം ഗോളും കണ്ടു. ജുവാൻ ലൂസ് സാഞ്ചസ് ആയിരുന്നു സ്പെയിനിൻ്റെ രണ്ടാം ഗോൾ നേടിയത്. കളിയിൽ എല്ലാ മേഖലകളിലും ആധിപത്യമുയർത്തിയത് സ്പെയിൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളികളൊന്നും ഉയർത്താൻ മൊറോക്കോക്ക് സാധിച്ചിട്ടില്ല. ഇനി ഫൈനലിലാണ് സ്പെയിനിൻ്റെ കളി. ഫൈനലിൽ ഫ്രാൻസ് ആയിരിക്കും എതിരാളി. ഫ്രാൻസിൻ്റെ വിജയമാവട്ടെ ഈജിപ്തിനെതിരെയാണ്. 1-നെതിരെ 3 ഗോളുകൾക്കാണ് ഈജിപ്തിനെ കീഴടക്കിയത്. മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ 62-ാം മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ പിറന്നത്. ഈജിപ്തായിരുന്നു ആദ്യം ലക്ഷ്യം കണ്ടത്. 62-ാം മിനിറ്റിൽ മുഹമ്മദ് സാബർ ആയിരുന്നു ഈജിപ്തിനു വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. എന്നാൽ 83-ാം മിനിറ്റിൽ ജീൻ ഫിലിപ്പെ മാറ്റേറ്റ നേടിയ ഗോളിൽ സമനിലയായിരുന്നു ഫ്രാൻസിന് മറുപടിയായി കൊടുക്കാൻ കഴിഞ്ഞത്. കളി റെഗുലർ ടൈമും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് എത്തിയപ്പോൾ വീണ്ടും കനത്ത മത്സരം. 99-ാം മിനിറ്റിൽ ജീൻ ഫിലിപ്പെ വീണ്ടും സ്കോർ ചെയ്തു. സ്കോർ ബോർഡിൽ 2-1. അവസാനം 108-ാം മിനിറ്റിലും മിഖായൽ ഒലിസെ ഗോൾ നേടിയപ്പോൾ 3-1 എന്ന സ്കോറിൽ ഈജിപ്തിനെ തോൽപ്പിച്ച് ഫ്രാൻസും ഫൈനൽ ലക്ഷ്യം കണ്ടു. ഇനി ഫൈനൽ ആവേശമാണ്. ഒളിമ്പിക്സ് ഗെയിം ഫുട്ബോളിൻ്റെ ഫൈനൽ. ഫ്രാൻസും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആര് വാഴും ആര് വീഴും? കാത്തിരിക്കാം. ഒളിമ്പിക്സ് ഗെയിമിൻ്റെ അടുത്ത അപ്ഡേറ്റ്സുകൾ അറിയാൻ സോക്കർ ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.